പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 5 വ്യാഴം. ഫിലിപ്പിയ ലേഖനം 1 അധ്യായം 6 വാക്യം. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നാം വായിച്ചതായ ഈ വചനം തടവറയിൽ ഇരുന്നിരുന്ന പൗലോസപ്പോസ്തലൻ എഴുതിയതാണ്. പുറത്തുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല. ബന്ധനങ്ങളും ബുദ്ധിമുട്ടുകളും അവനെ ചുറ്റിയിരുന്നു. എങ്കിലും അവൻ്റെ ഹൃദയം പ്രത്യാശയാൽ നിറഞ്ഞിരുന്നു. കാരണം ദൈവം ആരംഭിക്കുന്ന പ്രവൃത്തി ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസം പൗലോസപ്പോസ്തലനുണ്ടായിരുന്നു. ഇന്നത്തെ സന്ദേശത്തിൻ്റെ പ്രധാന ആശയം ഇതാണ്: ദൈവം ആരംഭിച്ച പ്രവൃത്തി ദൈവം തന്നെ പൂർത്തിയാക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നല്ല ചില പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് രക്ഷയുടെ പ്രവൃത്തിയായിരിക്കാം, ആത്മീയ വളർച്ചയുടെ യാത്രയായിരിക്കാം, വിശ്വാസത്തിൻ്റെ പുതുക്കലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിളിയായിരിക്കാം. ചിലപ്പോൾ നാം പിന്നോട്ട് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ, ഞാൻ പഴയതുപോലെ തന്നെയല്ലേ, എനിക്ക് ആത്മീയ പുരോഗതിയുണ്ടോ എന്നിങ്ങനെ ചിന്തിക്കുകയും സംശയിക്കുകയും ചെയ്യാറുണ്ട്. നോമ്പിൽ ചില പരീക്ഷണങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. നാം അതിനിടയിലും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും സ്വയം പരിശോധന നടത്തുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നാൽ ചിലപ്പോൾ നാം നിരാശയിലേക്ക് എത്തിച്ചേരുകയാണ്. കാരണം നമ്മുടെ ബലഹീനതകളും പഴയ സ്വഭാവങ്ങളും ആവർത്തിച്ച പാപങ്ങളും നമ്മുടെ തോൽവിയുടെ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ വചനം നമ്മോട് വ്യക്തമായി പറയുന്നു, നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിൽ മാത്രമല്ല, അത് ദൈവത്തിൻ്റെ കൈകളിലാണ് എന്ന്. ഒരു ശില്പി ഒരു കല്ലെടുത്ത് രൂപം കൊടുക്കുമ്പോൾ ആദ്യ ദിവസം അത് മനോഹരമായ ശില്പമാകുകയില്ല. അവൻ മുറിക്കുകയും ചെത്തുകയും ഒക്കെ ചെയ്യും. കല്ലിന് ചിലപ്പോൾ വേദന അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ശില്പിയുടെ കണ്ണിൽ അതൊരു മഹത്തായ രൂപമാണ്. അതുപോലെ തന്നെ ദൈവം നമ്മെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മിൽ ചില കാര്യങ്ങൾ മുറിച്ചു മാറ്റുന്നു. അഹങ്കാരം, അസൂയ, സ്വാർത്ഥത, ലോകത്തിൻ്റെ ആസക്തികൾ, അങ്ങനെ ചില കാര്യങ്ങളെ നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അത് നമ്മെ വേദനിപ്പിച്ചേക്കാം. എന്നാൽ അത് നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിനാണ്. പൗലോസപ്പോസ്തലൻ വചനത്തിൽ പറയുന്നു, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എന്ന്. അതായത് നല്ല പ്രവൃത്തികൾ നാം ആരംഭിച്ചതല്ല, നാം ദൈവത്തെ തെരഞ്ഞെടുത്തതിന് മുൻപ് തന്നെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണ്. നാം ദൈവത്തെ സ്നേഹിച്ചതിന് മുൻപ് തന്നെ ദൈവം നമ്മെ സ്നേഹിക്കും. അതിനാൽ നമ്മുടെ രക്ഷയും ആത്മീയ വളർച്ചയും നമ്മുടെ ഫലമല്ല, നമ്മുടെ ശ്രമത്തിൻ്റെ ഫലമല്ല, അത് ദൈവകൃപയുടെ ഫലമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമുക്കുള്ള പ്രചോദനം ഇതാണ്: നാം ക്ഷീണിച്ചാലും ദൈവം ക്ഷീണിക്കില്ല. നാം വഴിമാറിയാലും ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. നാം തളർന്നാലും ദൈവത്തിൻ്റെ പദ്ധതി തകരുകയില്ല. നമ്മുടെ ജീവിതം ഒരു അപൂർണ ചിത്രം പോലെയാണ്. നാം കാണുന്ന ചില വരകളും ചില നിറങ്ങളും മാത്രമായിരിക്കും. എന്നാൽ ദൈവം മുഴുവൻ ചിത്രവും കാണുന്നുണ്ട്. അവൻ അവസാനം വരെ കാണുന്നവനാണ്. യേശുക്രിസ്തുവിൻ്റെ ദിവസം വരെ എന്നത് അന്തിമ വിജയത്തിൻ്റെ ദിവസത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അതുവരെ ദൈവം നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ നോമ്പിൻ്റെ ദിവസത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ കണ്ണുകൾ ഫലത്തെ കാണാത്ത സമയത്തും ദൈവത്തിൻ്റെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മണ്ണിനടിയിൽ വിതച്ചതായ വിത്ത് നിശബ്ദമായി വളരുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിവസത്തിൽ
നമുക്ക് ഉറപ്പോടെ പ്രഖ്യാപിക്കാം, കർത്താവേ, നീ ആരംഭിച്ചതെല്ലാം പൂർത്തിയാക്കും. അതുകൊണ്ട് ഞാൻ നിന്റെ കൈകളിൽ വിശ്രമിക്കും. പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, എന്നിൽ ആരംഭിച്ച നിന്റെ നല്ല പ്രവൃത്തികൾ പൂർത്തിയാക്കണമേ. എൻ്റെ ബലഹീനതകൾ എന്നെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ നിരാശയെ പ്രത്യാശയാക്കി മാറ്റണമേ. വലിയ നോമ്പിൻ്റെ യാത്രയിൽ എന്നെ സ്ഥിരചിത്തനാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ദിവസത്തോളം വിശ്വാസം നിലനിൽക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.